നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ 2 ദിവസം മാത്രമാണ് ഇനിയുള്ളത്. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നതോടെ UDFന്റെ ആത്മവിശ്വാസം ഇരട്ടിച്ചിട്ടുണ്ട്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ തിരുത്തുന്ന ഫലമുണ്ടാകുമെന്നും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുമാണ് LDFന്റെ പ്രതീക്ഷ. സർവേ ഫലങ്ങളിലെല്ലാം മുന്നേറ്റം പ്രവചിക്കുന്നതിനാൽ NDA ക്യാമ്പും ആത്മവിശ്വാസത്തിലാണ്. അജ്മൽ ദിറാർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജ്മൽ, എക്സിറ്റ് പോളിൽ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോവുകയാണ് UDF. എന്നാൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് LDFും പറയുന്നു. ഏതായാലും മുന്നണികളെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണല്ലേ? അമൃത, ഉന്മേഷ്, സംസ്ഥാനത്ത് ചരിത്രത്തിലില്ലാത്തവണ്ണം ഏറ്റവും ശക്തമായ ഒരു പോളിംഗ് കഴിഞ്ഞതിനു ശേഷമുള്ള വോട്ടെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേവലം 48 മണിക്കൂറിനപ്പുറം സംസ്ഥാനത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് ആരെത്തണമെന്നത് നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ ഏതായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെ UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വോട്ടെടുപ്പിന് പിന്നാലെ UDF ക്യാമ്പിനുള്ളിൽ രൂപപ്പെട്ട മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച ഇപ്പോൾ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിലേക്കും അവരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നതിലേക്കും എത്തിയിട്ടുണ്ട്. ആദ്യം ആദ്യം നേതാക്കൾ അടക്കം പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ആഗ്രഹം പിന്നീട് ഡോക്യുമെന്ററികളായും ഷോർട്ട് ഫിലിമുകളായും ജീവചരിത്ര പുസ്തകങ്ങളായും പോഡ്കാസ്റ്റുകളായും ഒക്കെ പുറത്തു വന്നതിനു പിന്നാലെ നേതാക്കൾ അവരുടെ അണികളിലേക്ക് പകർന്നു നൽകിയ ആ സന്ദേശത്തെ തുടർന്ന് തെരുവുകളിൽ പോസ്റ്ററുകളും ഫ്ലക്സുകളും പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടു. അതേ മാനദണ്ഡങ്ങളിലൂടെയും അതേ സ്വയം ഈ വ്യക്തിത്വങ്ങളെ വെളിപ്പെടുത്തുന്നതിലൂടെയും ആണ് മന്ത്രിമാരെ കുറിച്ച് തീരുമാനിക്കുന്നതിലേക്കുള്ള കാര്യങ്ങളിലേക്കും ഇപ്പോൾ നിലവിൽ പോയിട്ടുള്ളത്. മന്ത്രിമാർ ആവാൻ ആഗ്രഹിക്കുന്ന ഓരോ നേതാക്കന്മാരും അവരവരുടെ ക്വാളിറ്റികളും അവരവരുടെ പ്രവർത്തന പരിചയവും ഒക്കെ പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും UDF ക്യാമ്പ് ഇത്തരം ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ മുഴുവൻ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2021 മുൻകാല എക്സിറ്റ് പോളുകളുടെ ചരിത്രത്തിലുമെല്ലാം ഏതെങ്കിലും തരത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവണ്ണം സമീപകാലത്തൊന്നും പ്രാവർത്തികമായിട്ടില്ല എന്നും അങ്ങനെ സംഭവിക്കാനൊരു സാധ്യതയുമില്ല എന്നുമാണ് നിലവിൽ LDF ക്യാമ്പുകളുടെ പ്രതീക്ഷ. കാരണം സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ട സർവേകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിലവിൽ മുന്നിലുള്ളത് എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. NDA സംബന്ധിച്ചിടത്തോളം അവർ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ഒരു ശക്തിയായി നിയമസഭയ്ക്കകത്തും പുറത്തും മാറുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിരുന്നു. അതിൽ തന്നെയാണ് ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും 4-ാം തീയതി രാവിലെ 8 മണി മുതൽ തുടങ്ങുന്ന വോട്ടെണ്ണലിലാണ് ഇപ്പോൾ മുന്നണികളുടെയും പാർട്ടികളുടെയും എല്ലാം കണ്ണുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏതായാലും സർക്കാരിനോടുള്ള വിധേയത്വമാണോ അതോ 10 വർഷം തുടരെ ഭരിച്ച സർക്കാരിനോടുള്ള വിരുദ്ധ വികാരമാണോ ജനങ്ങൾ പ്രകടിപ്പിച്ചത് എന്നറിയാൻ കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ. അമൃത, ഉന്മേഷ്. ശരി, അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.